നമ്മളിവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇംഗ്ലീഷൊക്കെ ആയിട്ട് പോയിരിക്കുന്നതാണ്. ഒരു മനുഷ്യൻ പെട്ടുപോകുകയാണ്. അല്പനേരം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്നത് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനങ്ങൾ അച്ഛൻ ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സഭയുടെ തുടക്കത്തിൻ്റെ ശക്തിയാണ്. ആ പെന്തക്കോസ്താ ദിവസം സ്ലീഹന്മാരെല്ലാവരും ഒരുമിച്ച് സഹിയോൻ ശാലയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ മേലുള്ള ഭയത്തിൻ്റെ ആത്മാവ്, അവരുടെ മേലുള്ള അപകർഷതാബോധത്തിൻ്റെ ആത്മാവ്, അവരുടെ മേലുള്ള മരണത്തിൻ്റെ ആത്മാവ്, ഇവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി യേശു വാഗ്ദാനം ചെയ്ത ആത്മാവിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയൊരു കാറ്റും ശബ്ദവും അവിടെ വരുന്നതും ദൈവത്തിൻ്റെ ആത്മാവ് അഗ്നിനാവായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന സ്ലീഹന്മാരുടെ മേൽ വലിയ അഭിഷേകമായിട്ട് അങ്ങ് ഇറങ്ങി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോൾ സ്ലീഹന്മാര് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചു. സ്ലീഹന്മാര് ഭാഷാവരത്തിൽ സംസാരിച്ചു. അതാണ് നമ്മുടെ ധ്യാന വിഷയം. ഇങ്ങനെ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ പത്രോസ് പുറത്തേക്ക് ഇറങ്ങി ആ പെന്തക്കോസ്താ തിരുനാളിൽ പങ്കെടുക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന വിവിധ ഭാഷക്കാരോട് പത്രോസ്ലീഹ വചനം പറഞ്ഞപ്പോൾ അവിടെ ഭാഷാവരത്തിൻ്റെ ശക്തി, അവരവരുടെ ഭാഷയിൽ, ഗ്രീക്കുകാരാകട്ടെ മറ്റ് ഭാഷക്കാരാകട്ടെ, അവരെല്ലാവരും അവരവരുടെ ഭാഷയിൽ അവർക്ക് വചനം ശ്രവിക്കാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഭാഷാവരത്തിൽ സംസാരിച്ചത് നമ്മൾ വിചാരിക്കും അത് 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണല്ലോ. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ഇന്ന് സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഭാഷാവരത്തിലുള്ള ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പെരിന്തൽമണ്ണ പള്ളിയിൽ വളരെ തിരക്കേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റോമിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. അവിടെ ഫബ്രിയാനോ എന്ന് പറയുന്ന ആ രൂപതയിലാണ് ഞാൻ പഠനവും എൻ്റെ സേവനവുമായിട്ട് കഴിയുന്നത്. ഞാൻ അവിടെ ചെന്ന് ഭാഷയൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആകെ അറിയുന്നത് ഗ്രാസിയെ പ്രേഗോ. ഗ്രാസി എന്ന് പറഞ്ഞാൽ നന്ദി, പ്രേഗോ എന്ന് പറഞ്ഞാൽ പ്ലീസ്. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സിസ്റ്റർ എന്നെ ഒന്ന് ഇറ്റാലിയൻ പഠിപ്പിക്കാമോ? ഞാനിത് അങ്ങോട്ട് പോവുകയാണ്, എനിക്ക് ഇറ്റാലിയൻ പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അച്ഛൻ ആകെ ഗ്രാസിയെ എന്ന് പഠിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഗ്രാസിയെ. രണ്ടാമത് പറഞ്ഞു പ്രേഗോ. ഈ 2 വാക്ക് മതി അച്ഛ, ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഈ ധൈര്യത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അവിടെ ചെന്നപ്പോഴുണ്ടായ ഒരു അത്ഭുതമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തെക്കൻ ഇറ്റലിയിൽ കതൻസാറോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. വളരെ നല്ല നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലെയുള്ള ഇറ്റാലിയൻസ് വളരെ നല്ല വലിയ വിശ്വാസികളാണ്. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഫോൺ വന്ന്, ഒരു ബഹുമാനപ്പെട്ട സിസ്റ്ററാണ് എന്നെ വിളിച്ചത്. അച്ഛാ, ഞങ്ങളുടെ രൂപതയിൽ വന്ന് അച്ഛനൊരു കൺവെൻഷൻ നടത്താമോ? അപ്പം ഞാൻ ആദ്യം ഓർത്തത് മലയാളികൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു പിന്നെന്താ സിസ്റ്ററെ? പക്ഷേ അച്ഛാ, മലയാളികൾക്ക് വേണ്ടിയല്ല, അവിടുത്തെ രൂപത കൺവെൻഷനാണ്, ഇറ്റാലിയൻസിന് വേണ്ടിയാണ് അച്ഛൻ കൺവെൻഷൻ നടത്തേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സിസ്റ്ററെ, ഞാനിവിടെ വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ, ഞാൻ ഭാഷ പഠിച്ചു തുടങ്ങിയിട്ടതേ ഉള്ളൂ,
ബൊഞ്ചോർണോ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ബോനസേര ഗുഡ് ഈവനിങ്. ഞാൻ ഇതൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്യാവശ്യം പേര് പറയാനും അല്ലെങ്കിൽ കൊമസ്തായ് എന്ന് പറഞ്ഞാൽ സുഖമാണോ എന്നൊക്കെ പറയാനൊക്കെ പഠിച്ചിട്ടുള്ളൂ. ആ സമയത്താണ് അവരെന്നോട് പറഞ്ഞ ഇങ്ങനെ അവിടെ വന്ന് കൺവെൻഷൻ നടത്താം. ഞാൻ പറഞ്ഞു അയ്യോ സിസ്റ്ററെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ്താൽ മതി, അച്ഛൻ ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ ഇംഗ്ലീഷ് എന്ന് പറയണത് നമ്മൾ സെമിനാറിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾ നമുക്കറിയാം, അവർ തുടക്കം മുതൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്ന് പഠിക്കുന്നതാണ്. അന്ന് ഞാൻ എൻ്റെ BA കഴിഞ്ഞാണ് ഞാൻ സെമിനാറിൽ ചേരുന്നത്. അപ്പോൾ BAയുടെ തന്നെ കുറേ പരീക്ഷകളൊക്കെ മലയാളത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സെമിനാറിൽ ചെന്നിട്ടാണ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. മംഗലാപുരം സെൻറ്റ് ജോസഫ് ഇൻ്റർഡൈസിഷൻ സെമിനാരിയിലാണ്. അവിടെ ചെന്നിട്ടാണ് ഇംഗ്ലീഷൊക്കെ വർത്തമാനം പറഞ്ഞ് പഠിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ ഞങ്ങളുടെ കത്തീഡ്രൽ പള്ളിയിൽ അസിസ്റ്റൻ്റായിരുന്നപ്പോൾ ഞായറാഴ്ചകളിൽ ഇംഗ്ലീഷ് പ്രസംഗം പറഞ്ഞ ചെറിയ പരിചയമുണ്ട്. ആ പരിചയം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ സിസ്റ്ററെ ഞാൻ റെഡി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് കുറേ ഇംഗ്ലീഷിൽ പ്രസംഗങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ നേരെ കഥൻസാറോ എന്ന് പറയുന്ന രൂപതയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് അവർക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് കരിസ്മാറ്റിക്കുകാരുണ്ട്. അവരവിടെ വലിയ പരസ്യം ചെയ്ത് ഇതാ ഇന്ത്യയിൽ നിന്ന് ഒരു വൈദികൻ വരുന്നുണ്ട്, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ഒരു കരിസ്മാറ്റിക്കുകാരൻ, ഡെലിവറൻസിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കരിസ്മാറ്റിക്കുകാരൻ. ഇങ്ങനെ പരസ്യം ചെയ്തിട്ട് ഒരു ബസിലിക്ക പള്ളി നിറച്ച് ദൈവജനമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പള്ളിയിൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുക. ഈ സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ അവിടുത്തെ ജനത്തെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരല്പം ഭയമൊക്കെ തോന്നി. അപ്പോഴാ കമ്മിറ്റിക്കാർ അതിൻ്റെ കോർഡിനേറ്ററൊക്കെ ഞാൻ ചെന്ന ഉടനെ തന്നെ എന്നെ വലിയ സ്നേഹത്തോടെയൊക്കെ സ്വീകരിച്ച് എന്നെ നേരെ അവർ റൂമിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ എന്നെ പരിചയപ്പെടാൻ വേണ്ടി ഒരാളുണ്ട്. ഒരു 45-50 വയസ്സിനിടയിലുള്ള വലിയ പൊക്കമൊന്നുമില്ലാത്ത ഒരു തടിച്ച അമേരിക്കക്കാരത്തി മദാമ അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗം പറയുമ്പോൾ ആ മദാമ അത് ഇറ്റാലിയനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെടാൻ വേണ്ടി ചെന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും, ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് എനിക്ക് അവർ പറയണതൊന്നും അത്ര കൃത്യമായിട്ട് മനസ്സിലായില്ല. നമ്മളിവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇംഗ്ലീഷൊക്കെ ആയിട്ട് പോയിരിക്കുന്നതാണ്. കുറച്ച് മലയാളം ഇംഗ്ലീഷാണല്ലോ നമ്മുടെ ഇംഗ്ലീഷ്. അവർക്ക് കുറച്ച് ഡൗട്ടൊക്കെ തോന്നി. എങ്കിലും ഞാൻ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ യേസ് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഞങ്ങളുടെ സംസാരമൊക്കെ അവസാനിച്ചു. അങ്ങനെ കൺവെൻഷൻ്റെ സമയമായി. അവിടുത്തെ കോർഡിനേറ്ററൊക്കെ വെൽക്കമൊക്കെ പറഞ്ഞ് അനവധി വൈദികരും ഒക്കെ അവിടെ സന്നിഹിതരാണ്. അങ്ങനെ ഞാൻ എൻ്റെ വചന പ്രസംഗം ആരംഭിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതാ മദാമക്ക് മനസ്സിലായി. മദാമ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ആ മദാമക്കും മനസ്സിലായില്ല, മദാമ പറഞ്ഞ ഇംഗ്ലീഷ് എനിക്കും മനസ്സിലായില്ല. അതായത് നമ്മളിങ്ങനെ പെട്ടുപോകുന്ന അവസ്ഥയാണ്. അവരോടിങ്ങനെ പിന്നീടും പറ്റുന്നത് പോലെയൊക്കെ പറയാൻ നോക്കി, ഗോഡ് ഈസ് ലവ് എന്നൊക്കെ പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞിട്ട് ഈ മദാമയുടെ നേരെ നോക്കിയിട്ട് ഞാൻ മദാമയോട് പറഞ്ഞു, മദാമേ എന്തെങ്കിലും ഒന്ന് പറ. നാളെ എൻ്റെ പള്ളിയിൽ കുറച്ച് ഇറ്റാലിയൻസ് ഈ അടുത്ത കാലത്ത് വന്ന് അവർ ഇറ്റാലിയനിൽ പറഞ്ഞപ്പോൾ ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ മലയാളത്തിൽ നന്നായിട്ട് പെരുപ്പിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഞാൻ അത്തരത്തിൽ ഇനി അവർക്ക് മൊത്തം മനസ്സിലായില്ലെങ്കിലും ഏകദേശം ഒന്ന് അവർക്ക് പറയാമല്ലോ. ഞാൻ അവർ നോക്കുമ്പോൾ അവരിങ്ങനെ എന്നും പറഞ്ഞുള്ള സ്വരമെടുക്കുന്ന പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പെട്ടുപോകുകയാണ്. അവിടെ ആൾക്കാർ വാച്ചിലൊക്കെ നോക്കാൻ തുടങ്ങി. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. കോർഡിനേറ്ററിൽ നിന്ന് വേർക്കാൻ തുടങ്ങി. ദൈവമേ, ഇങ്ങനെ ഒരു അച്ഛനാണ്. അപ്പോൾ ഈ മദാമ ചെന്ന് അവരോട് പറയുന്നുണ്ട്, ഈ അച്ഛൻ ഇംഗ്ലീഷൊന്നും അറിയില്ല,
ഈ അച്ഛൻ സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെ പെട്ടുപോകുമ്പോഴ് നമ്മുടെ അപ്പോസ്തലന്മാര് തോമാസ് സ്ലീഹ ഭാരതത്തിലേക്ക് വന്നപ്പോഴും മറ്റ് സ്ലീഹന്മാര് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴെല്ലാം അവര് പെട്ടുപോയപ്പോഴെല്ലാം അവര് നിലവിളിച്ചിട്ടുള്ളത്, ഈശോയെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്നപ്പോഴ് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 4-ാം വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞു, അവർ ഭാഷാവരത്തിൽ സംസാരിച്ചു. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വിവിധങ്ങളായ വരങ്ങൾ കൊടുക്കുന്നു, വിവിധങ്ങളായ ദാനങ്ങൾ കൊടുക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ടതാണ് ഭാഷാവരം. ഭാഷാവരത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ, ഭാഷാവരത്തിൽ ദൈവത്തെ ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ഡോക്ടറേറ്റ് ആ വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ടതാണ്. ഭാഷാവരത്തെക്കുറിച്ച് വലിയ പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടും. അവിടെ ഭാഷാവരത്തിൽ സ്തുതിക്കുന്ന ഒരാളുടെ അടുത്ത് വേറെ ഒരാൾ നിന്നാൽ അയാളുടെ സ്വരം മാത്രം മതി വലിയ അഭിഷേകം കൊണ്ട് നിറയാൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഭാഷാവരം എന്ന ഗിഫ്റ്റ് നമുക്ക് നൽകിയാൽ ആ ഗിഫ്റ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനമാണ്. നമുക്ക് അനുദിനത്തിൽ ഒരുപാട് വിഷമതകളുള്ളവരാണ്. കടബാധ്യതകളുള്ള മക്കളുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ട്, കല്യാണ തടസ്സങ്ങളുണ്ട്, വിവാഹ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടാത്തവരുണ്ട്, സമാധാനം കിട്ടാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 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 പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ച്. ഇങ്ങനെ ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സാന്നിധ്യവും ഒരാൾക്ക് അനുഭവിക്കത്തക്ക വിധത്തില്, ഫീൽ ചെയ്യത്തക്ക വിധത്തില് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന അഭിഷേകമാണ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം നമുക്ക് ലഭിക്കുന്നതിൻ്റെ വലിയ അടയാളമാണ് ഭാഷാവരത്തിൽ സംസാരിക്കുക. ഈ മദാമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. ഞാനിങ്ങനെ നിലവിളിച്ചു, കർത്താവേ ഒരു വലിയ അഭിഷേകം തന്നേക്കണേ, ഈ ദൈവജനത്തോട് വചനം പറയാനുള്ള കൃപ നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് എനിക്കൊരു വലിയ ധൈര്യം അവിടെ ലഭിക്കുകയാണ്. എൻ്റെ ഭയത്തിൻ്റെ ദുരാത്മാവ് വിട്ടുമാറിയ, അപകർഷതാബോധത്തിൻ്റെ ദുരാത്മാവ് വിട്ടുമാറിയ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പറുകളൊക്കെ ഞാൻ മാറ്റിവെച്ച് പറഞ്ഞു, ഞാൻ വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ, എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ അവരോട് ഇറ്റാലിയൻ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എനിക്കതുറപ്പാണ്, പരിശുദ്ധാത്മാവിന്റെ ദാനമായിരുന്നു അത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായിരുന്നു അത്. അപ്പോസ്തല പ്രവർത്തനത്തില് സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സ്ലീഹന്മാര് ഭാഷാവരത്തെ സംസാരിച്ചതുപോലെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയില് എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയപ്പോഴ് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയത്ത് എനിക്ക് നൽകിയ വലിയൊരു അഭിഷേകമാണ്. ആ ജനത്തിനോട് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ഭാഷയിൽ വചനം പറയാനും അവർക്ക് വേണ്ടി വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനുമുള്ള കൃപ ഇറ്റാലിയൻ ഭാഷയിൽ തന്നത്. ജീസസ് യൂത്തിലെ കുട്ടികളുടെ കൂടെ ഞാൻ പാടിയിട്ടുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് ഫ്രം മൈ ഹാർട്ട്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് ഫ്രം മൈ ഹാർട്ട്. പ്രിയപ്പെട്ടവർ, അവിടെ വെച്ച് തന്നെ അഭിഷേകം കിട്ടിയ, അവിടെ വെച്ച് തന്നെ പാടാനുള്ള അഭിഷേകം കിട്ടിയ. ഗ്രാസിയേ ഗ്രാസിയേ ജേസു, ഗ്രാസിയേ ഗ്രാസിയേ ജേസു, ഗ്രാസിയേ ഗ്രാസിയേ ജേസു ദൽ മിയോ കോറേ, ഗ്രാസിയേ ഗ്രാസിയേ ജേസു, ഗ്രാസിയേ ഗ്രാസിയേ ജേസു,
ഗ്രാസിയേ ഗ്രാസിയേ ജേസു ദൽ മിയോ കോർ. ഇന്ന് ഈ ഗാനം ഇറ്റലിയിലെ ഏതെല്ലാം രൂപതകളിൽ അവിടെ ഞാൻ കൺവെൻഷനുകളും ധ്യാനങ്ങളും നടത്താൻ പോയിട്ടുണ്ടോ അവരെല്ലാവരും പാടുന്ന പാട്ടാ. കരങ്ങളടിച്ചൊക്കെ അവർ പാടും. ഗ്രാസിയേ ഗ്രാസിയേ ജേസു, ഗ്രാസിയേ ഗ്രാസിയേ ജേസു, ഗ്രാസിയേ ഗ്രാസിയേ ജേസു ദൽ മിയോ കോറേ, ഗ്രാസിയേ ഗ്രാസിയേ ജേസു, ഗ്രാസിയേ ഗ്രാസിയേ ജേസു, ഗ്രാസിയേ ഗ്രാസിയേ ജേസു ദൽ മിയോ കോറേ. ആമേൻ, ഹല്ലേലൂയ.